Hello guys, welcome back to Angel Brothers Home. അപ്പോൾ ഇന്ന് 10-15 ദിവസങ്ങള് സ്കൂൾ തുറക്കാൻ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഫുള്ളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, കുറേയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരു 15 ദിവസത്തോടെ ഉണ്ട്. ഈ സമയത്ത് പോയി മേടിക്കുകയാണെങ്കിൽ ഇച്ചിരി റേറ്റ് കുറവായിരിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തേനും ബാഗിൻ്റെയും ബോക്സിൻ്റെ ഒക്കെ കൂടെ കുറച്ച് ഗിഫ്റ്റുകളും സർപ്രൈസൊക്കെ വരുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയി മേടിച്ചിട്ടു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാമേ. അപ്പോൾ ആദ്യം നമ്മൾ അപ്പുക്കുട്ടന് മേടിച്ച ബാഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ കാണിച്ച് ഇതാണ് ഫ്രീ ഫയറിൻ്റെ ബാഗാണ് കേട്ടോ അപ്പുക്കുട്ടന് മേടിച്ചത്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഉള്ള ഗിഫ്റ്റ്, ഇതിൻ്റെ അകത്ത് സർപ്രൈസ് ഗിഫ്റ്റുകളൊന്നും കിട്ടാറായിട്ടില്ല കേട്ടോ. അപ്പോൾ മെയ് ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ പോയി മേടിച്ചത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് സർപ്രൈസ് ഗിഫ്റ്റുകളൊന്നുമില്ല. ഇതിന് പ്രൈസ്, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 അടുത്തായിട്ടില്ല കേട്ടോ, കുറവായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൂടി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ബാഗാണ്, നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ബാഗാണ്. ഇത് ഏതിൻ്റെ ബാഗാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ, എൻ്റെ അകത്തൊന്നും എടുത്ത് കാണിച്ചേ. അപ്പൂസിന് അധികം സാധനമൊന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ല കേട്ടോ, അല്ല അപ്പൂസേ? ഇപ്പം കാണിച്ചേ. അപ്പൂസിനൊരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഇതിന് 40 രൂപ ഉള്ളൂ കേട്ടോ, ചെറിയ ബോക്സാ, അത് മതി. പിന്നെ കപ്പ് മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്കൂളിൽ പാല് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കപ്പ് മേടിച്ചിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം ഇതായിട്ടോ. എങ്ങനെയാ തുറക്കുന്നേ? ഓക്കെ, അതിൻ്റെ അകത്ത് കൊച്ചിനൊരു നെയിം സ്ലിപ്പല്ല, അത് ടൈം ടേബിൾ കാർഡാണ്. ഇനി പിന്നെ എന്താ ഉള്ള ബാഗില്? ചെരുപ്പില്ലേ? ചെരുപ്പ് ചെരുപ്പ് നമ്മുടെ ക്ലാസ്സിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെരുപ്പ് മേടിച്ച് കൊടുത്തു വിടണം കേട്ടോ സ്കൂളിൽ. അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചെരുപ്പ് അതിവിടെ ഉണ്ട്, ഇവിടെ വീട്ടിലിട്ട് കളഞ്ഞത്. കാണിച്ചേ പുതിയ ചെരുപ്പ്, തിരിച്ച് കാണിക്കുക നല്ലത്. ഇതാണ് കേട്ടോ അപ്പൂസിൻ്റെ സ്കൂൾ ചപ്പൽസ്. പിന്നെ സ്കൂളിലേക്ക് യൂണിഫോമിൻ്റെ കൂടെ ഇടാൻ ഷൂ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഷൂ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടില്ല. ഷൂവും ബെൽറ്റും ഒക്കെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനുള്ള ഈ ചപ്പൽ മാത്രമേ കേട്ടോ നമ്മൾ മേടിച്ചുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പൂസിൻ്റെ സാധനങ്ങൾ. ഇനി അബിക്കുട്ടൻ്റെ ബാഗിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അബിക്കുട്ടൻ്റെ ബാഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. ഇതാണ് അബിക്കുട്ടൻ്റെ ബാഗ്, അല്ല അബിക്കുട്ട? രണ്ടുപേരും പിന്നെ ഫസ്റ്റ് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. 1 2 3 4 കള്ളികളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ അബിക്കുട്ടന് എന്തൊക്കെയാണ് മേടിച്ചെന്ന് കാട്ടി. അബിക്കുട്ടനും ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചില്ല. ഫസ്റ്റ് തന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇത് അധികം പ്രൈസിൻ്റെ ഒന്നും അല്ല കേട്ടോ. ഇവന്മാർ വെള്ളം കൊണ്ടേലും കുടിക്കത്തില്ലെന്നേ, സ്കൂളിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ അവനും പാല് കുടിക്കുന്ന കപ്പ്. പിന്നെ എന്നതാ, പിന്നെ അബിക്കുട്ടൻ്റെ സ്കൂളിലിടാനുള്ള ചപ്പൽസ്. സ്കൂളിലിരിക്കുക. അബിക്കുട്ടൻ എടുത്തോണ്ട് വരാൻ മറന്നുപോയി. അപ്പം വേറെ ഒന്നുമില്ല അല്ലേ? ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ അവനുണ്ട്. കുടയില്ലേ? ഇത്രേ ഉള്ളൂ. കുടയും കൂടെ ഉണ്ട് കേട്ടോ, അത് പകത്താണ് ഇരിക്കുന്നത്, എടുത്തിട്ട് വന്നത്. അബിക്കുട്ടൻ്റെ കുട. അപ്പൂസിൻ്റെ കുട മേടിച്ചില്ല, കാരണം അപ്പൂസിൻ്റെ കുടയുടെ ആവശ്യമില്ല. അപ്പൂസ് ഇതിനുള്ളിൽ തന്നെയാണ് പോയി ഇറങ്ങുന്നത്. പെൻറ്റാമ്പർല. അതുകൊണ്ട് അപ്പൂസിൻ്റെ കുട മേടിച്ചില്ല.
കുപ്പിയും മേടിച്ചില്ല, കുപ്പിയും കഴിഞ്ഞ വർഷത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും അങ്ങനെ പുതുതായിട്ട് മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ അവസ്ഥയും കുട്ടികൾ അറിഞ്ഞ് വളരട്ടെ അല്ലേ. അവരോട് പറഞ്ഞു നമ്മൾ കുറച്ച് മേടിക്കുള്ളൂ എന്ന് പറഞ്ഞു, അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എല്ലാ വർഷവും കാശുള്ളവർ മേടിച്ചു കൊടുക്കും. നമ്മൾ പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇനിയിപ്പം ഇതിൻ്റെ മേടിച്ചതിൻ്റെ അല്ലെങ്കിൽ പഴയത് ഇരിക്കുന്നതിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ മാത്രം നമ്മൾ വേറെ മേടിച്ച് കൊടുക്കത്തുള്ളൂ. പിന്നെ എന്നതാ അബ്ബിക്കുട്ട മേടിച്ചേ? അത് പെൻസിൽ മേടിച്ചിട്ടുണ്ട്. ഇറേസറും കട്ടറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിൻ്റെ ട്രീ പറിച്ചപ്പോഴൊക്കെ കുറേ കിട്ടിയിട്ടോ. അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു ചേച്ചി വന്നപ്പം ചേച്ചിയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് വന്നേ, അതും കാണിക്കാമല്ലോ. കാണിച്ച പെൻസിലും കൊണ്ട് തിരിച്ച് കാണിക്കും. ഇത് നല്ലതാണെന്ന് തോന്നുന്നു. ദേ എനിക്ക് എന്നാണെങ്കിലും ഇഷ്ടപ്പെട്ട എല്ലാ കളറും ഉണ്ട്, സൂപ്പർ. മറ്റേത് എടുത്തിട്ട് വാ. അബിക്കുട്ടൻ ഈ പ്രാവശ്യം സ്കൂളിൽ പോകാൻ വേണ്ടി ക്രോപ്സ് മതിയെന്നും പറഞ്ഞാൽ അതാണ് ഗൈസ് മേടിച്ചത്. എന്നാ എന്തോട്ടോ സാധനം, പക്ഷേ എനിക്കിഷ്ടമില്ല ഈ ചെരുപ്പ്. അവനത് മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ച് മേടിച്ചേട്ടോ. ഷൂ ഉണ്ട്, എന്നാലും കാണിച്ച അത് ആ പെൻസിലൂടെ കാണിച്ച്. ഇതിൻ്റെ കട്ടർ ഭയങ്കര ക്യൂട്ടാണ്, റാബിറ്റിൻ്റെ കട്ടർ. ആ കട്ടറും പിന്നെ റിം അതെല്ലാം കുറുമ്പിച്ചായിരുന്നല്ലോ. അപ്പൂസ് അവിടെ ഇരിക്കും. കട്ടറും റേസറും കാണിക്കാം. കണ്ടോ റാബിറ്റിൻ്റെ. എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് കുട്ടിയുടെ ഇവിടെ വയ്ക്കേ. മറ്റേ കൊറിയക്കാരുടെ ഒരു സൈസ് ഫുഡില്ലേ, അതിൻ്റെ ഒരു ഷേപ്പുള്ള ഒരെണ്ണം. അപ്പൂൻ്റെ ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് വന്നതിന് ശേഷം തന്നത്. അങ്ങനെ മക്കളെ നമ്മുടെ ബുക്സ് വന്നിരിക്കുന്നു. ഇത്ര ബുക്സും മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൊതിയാനുള്ള കാർബൺ പേപ്പറും. ഈ പ്രാവശ്യം ഞങ്ങൾ 2 എണ്ണം നോക്കിയാണ് കേട്ടോ മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 2 പേർക്കും ഒരേപോലത്തെ മേടിച്ച് ബുക്ക് പൊതിഞ്ഞ് എനിക്കിട്ട് പണി കിട്ടി. മാറിപ്പോ, അവനും മാറിപ്പോ എനിക്കും മാറിപ്പോ. ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഇതൊക്കെ പൊതിഞ്ഞെടുത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ പ്രമാണിച്ച് മേടിച്ചേക്കുന്നത്. ഇനിയും കുറച്ചുകൂടെ മേടിക്കാനുണ്ട്, മാർക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്, അതൊക്കെ പിന്നാലെ. ഇതൊന്നും മേടിക്കാൻ പോകുന്നതിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേഗം പോയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പം എടുക്കാൻ പറ്റിയാൽ നമ്മൾ എടുക്കാം കേട്ടോ.